ഫിൻജ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 13 പേർ മരിച്ചു. തിരുവണ്ണാമലയിൽ 3 പേർ മരിച്ചു. വെല്ലൂരിൽ 1 മരണം. വിഴുപ്പുറത്ത് ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ 10 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇപ്പോൾ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ മരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ടല്ലോ. ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? അതെ ഉന്മേഷ്, ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മരണം 2 അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ 13 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ 9 പേർ മരിച്ചിരുന്നു. ഇതിൽ 5 പേർ പുതുച്ചേരിയിൽ നിന്നും 4 പേർ ചെന്നൈയിൽ നിന്നുമായിരുന്നു. ഇപ്പോൾ മറ്റ് 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 3 പേർ തിരുവണ്ണാമലയിലാണ്, ഒരാൾ മറ്റൊരു സ്ഥലത്ത് കൂടിയാണ്. അങ്ങനെ ഇപ്പോൾ ആകെ 13 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഒപ്പം തിരുവണ്ണാമലയിലെ ആ ഉരുൾപൊട്ടലുണ്ടായി ആളുകളെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റ്, ഇവിടേക്ക് ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ, JCB പോലുള്ള വാഹനങ്ങൾ എത്തിച്ച് തെരച്ചിൽ നടത്തുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഒരു മാറ്റം കൂടി ഈ ഒരു തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വലിയ പ്രതിസന്ധിയാണ് തെരച്ചിൽ നേരിടേണ്ടി വന്നത്. കാര്യം JCB അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ NDRF സംഘത്തിനോ SDRF സംഘത്തിനോ അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ NDRFിൻ്റെ 50 അംഗ സംഘം അവിടെയുണ്ട്. ഒപ്പം തന്നെ SDRFിൻ്റെ സംഘം എത്തിയിരിക്കുന്നു, ഫയർഫോഴ്സ് സംഘം എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ളൊരു തെരച്ചിൽ ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. ഇവർ ഈ പ്രദേശത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം. ഇവരുടെ ബന്ധുക്കളെയൊക്കെ ഫോണിൽ വിളിച്ച് തിരക്കുന്നുണ്ട്, ഇവർ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ എന്ന്. ഈ രാജ്കുമാറും കുടുംബവും, അത് 7 പേരെയാണ് കാണാത്തത്. അതിൽ 5 പേരും കുട്ടികളാണ്. ഇവരുടെ കയ്യിൽ ഫോണില്ല. രാജ്കുമാറിൻ്റെ ഫോൺ ഇന്നലെ രാത്രി വരെ ഓണായിരുന്നു, പിന്നെ ഓണായിട്ടില്ല. ഒപ്പം തന്നെ ഭാര്യയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് കാണിക്കുന്നത്. ഈ പ്രദേശത്ത് ചില റേഞ്ചിൻ്റെ ഇഷ്യൂസും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവർ മണ്ണിനടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. എന്തായാലും വിഴുപ്പുറത്തും കടലൂരിലും ഒപ്പം തന്നെ തിരുവണ്ണാമലയിലുമൊക്കെ ഉണ്ടായ ഈ ഒരു വലിയ മഴക്കെടുതി അത് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. മഴ മാറി നിൽക്കുന്നുവെങ്കിലും ഈ കെടുതിക്കൊന്നും ഒരു കുറവുമില്ല. മരണസംഖ്യ ഉയരുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.